1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനം പറയുന്നു, ഈ ലോകം ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണ്. ഈ ലോകം ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണെന്ന് നാം മനസ്സിലാക്കണം. ഈ ലോകം മുഴുവൻ കണ്ടോ, നാം ദൈവത്തിനുള്ളതാണ്, പക്ഷെ ലോകം മുഴുവൻ ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണെന്ന് നാം അറിയുന്നു. ആ ദുഷ്ടൻ്റെ ഒരു ശക്തി വലയം ഈ ഭൂമിയിൽ ഉണ്ട്. അതിന് പ്രാർത്ഥന മാത്രമല്ല, ഈ ദുഷ്ടൻ്റെ ശക്തി വലയം തകർക്കപ്പെടണം. ഹല്ലേലൂയ. പാപം ചെയ്യാത്തവർ ആയിട്ട് ആരുമില്ല. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം പറയുന്നു, നിയമത്തിൻ്റെ ലംഘനമാണ് പാപം. നിയമം, ദൈവത്തിൻ്റെ നിയമങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ, അത് ലംഘിക്കുന്നതാണ് പാപം. ആര് ദൈവ വചനം ലംഘിക്കുന്നോ, ദൈവത്തിൻ്റെ നിയമങ്ങളും കൽപ്പനകളും ലംഘിക്കുന്നോ, അത് പാപമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, 28-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വചനം, കർത്താവിൻ്റെ വചനം അവർക്ക് നിയമത്തിൻ്റെ മേൽ നിയമമാണ്. കർത്താവിൻ്റെ വചനം അവർക്ക് നിയമത്തിൻ്റെ മേൽ നിയമമാണ്. ചട്ടത്തിൻ്റെ മേൽ ചട്ടം, നിയമത്തിൻ്റെ മേൽ നിയമം. ഇവിടെ അല്പം അവിടെ അല്പം, അങ്ങനെ അവർ പോയി പുറകോട്ട് മറിഞ്ഞു വീണ് തകരുകയും വലയിൽ അകപ്പെടുകയും ചെയ്യും. ഇവിടെ അല്പം അവിടെ അല്പം, കുറച്ച് നന്മ കുറച്ച് പുണ്യം, കുറച്ച് കർത്താവിൻ്റെ കൂടെ കുറച്ച് പിശാചിൻ്റെ കൂടെ, പുറകോട്ട് പോയിട്ട് മറിഞ്ഞ് വീഴുകയും ചെയ്യും. എന്നിട്ട് പറയുകയാണ്, പുറകോട്ട് മറിഞ്ഞു വീണ് തകരുകയും ചെയ്യും, വലയിൽ അകപ്പെടുകയും ചെയ്യും. മറിഞ്ഞു വീഴുകയാണ്, തകരും, വലയിൽ അകപ്പെടും. ആരുടെ വലയിൽ? സാത്താൻ്റെ വലയിൽ. ദൈവത്തിൻ്റെ വചനം ലംഘിച്ച് ജീവിച്ചാൽ, കൽപ്പനകൾ ലംഘിച്ച് ജീവിച്ചാൽ തകർച്ച ഉറപ്പാണ്. അനേകരുടെ തകർച്ചയുടെ പിന്നിലെ ഒരു കാരണം ഇതാണ്. ഗൗരവമേറിയ ചില പ്രധാനപ്പെട്ട പാപത്തിൻ്റെ മേഖല മാത്രം ഞാനൊന്ന് പറയുകയാണ്. അതിൻ്റെ തകർച്ചകളും അതിലൂടെ കടന്നു വന്ന ശാപത്തിൻ്റെ ഒരു മേഖലയും. 1-ാമത്തെ കൽപ്പന, അന്യദൈവങ്ങളെ ആരാധിക്കരുത്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും കൂടി സ്നേഹിക്കണം, ആരാധിക്കണം. നിയമാവർത്തന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, 18-ാം അധ്യായത്തിൽ 9 മുതൽ 14 വരെയുള്ള വചനങ്ങൾ, നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ അവിടുത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത്. മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ, പ്രാശ്നികൻ, ലക്ഷണം പറയുന്നവൻ, പ്രാശ്നികൻ ലക്ഷണം പറയുന്നവൻ, ആഭിചാരക്കാരൻ, വെളിച്ചപ്പാട്, മന്ത്രവാദി, ശുദ്ധപ്രയോഗക്കാരൻ, മൃതസന്ദേശ വിദ്യക്കാരൻ എന്നിവർ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നത്. ഇത്തരക്കാർ കർത്താവിന് നിന്ദ്യരാണ്. അവരുടെ ഈ മ്ലേച്ഛ പ്രവൃത്തി നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നത്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നീ കുറ്റമറ്റവനായിരിക്കണം. നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സ്യരെയും പ്രാശിനെയും സേവിച്ചിരുന്നു, എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുവദിച്ചിട്ടില്ല. മന്ത്രവാദികൾ, കൂടോത്രക്കാർ, കുട്ടിച്ചാത്തൻ സേവക്കാർ, അതിൻ്റെയൊക്കെ പിന്നാലെ ആര് പോയിട്ടുണ്ടോ അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് തകർച്ച ഉണ്ടാവും. ശരിക്കും പൈശാചിക ബന്ധനത്തിന് തലമുറകൾ സാത്താൻ്റെ അടിമത്തത്തിലാവും. ഈ തൃശ്ശൂർ ദേശത്ത് കുട്ടിച്ചാത്തൻ സേവയുമായിട്ട് ബന്ധപ്പെട്ട് പോയ ധാരാളം ക്രൈസ്തവ കുടുംബങ്ങളുണ്ട്. അതൊക്കെ അന്യം നിന്ന് പോകും. ചില കുടുംബങ്ങളിൽ മക്കളില്ല, തലമുറ അറ്റുപോയി. കുട്ടിച്ചാത്തൻ സേവയ്ക്ക് പോയതാ. മന്ദബുദ്ധികളായ കുട്ടികൾ, സാമ്പത്തിക തകർച്ച, എല്ലാം തീർന്നു. ഒരിക്കൽ ധ്യാനത്തിൽ വന്നൊരു ആൾ ഷെയർ ചെയ്ത ഒരു അനുഭവമാണ്. തൃശ്ശൂർകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞിൻ്റെ നടുവിന് ബലം നഷ്ടപ്പെട്ട പ്രാർത്ഥിച്ചു വന്നപ്പോൾ ആ മനുഷ്യൻ്റെ അപ്പൻ കുട്ടിച്ചാത്തൻ സേവയ്ക്ക് സ്ഥിരം പൊക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. അവരുടെ കുടുംബങ്ങളെല്ലാം ഒരു കുട്ടിക്ക് വൈകല്യമുള്ള കുട്ടിയാണ്. അദ്ദേഹം പറയുകയാണ്, ഒരു കാലഘട്ടത്തിൽ ഈ ഓട് ഫാക്ടറിയൊക്കെ ഉണ്ടായിരുന്ന കുടുംബമാണ്. ഇന്ന് അന്നെടുക്കെ വരുമ്പോൾ എല്ലാം തീർന്നു, മുഴുവൻ നശിച്ചു. തലമുറ നശിക്കുന്ന പോലെ സമ്പത്തും തലമുറകളും തീർന്ന അവസ്ഥ പറഞ്ഞു. കുട്ടിച്ചാത്തൻ സേവയുടെ ആളുകളായിരുന്നു. ഇതൊന്നും ശ്രദ്ധിക്കണം. ഈ തൃശ്ശൂർ മേഖലയിൽ വലിയൊരു പ്രശ്നമാണ്. അനേക ക്രൈസ്തവ കുടുംബങ്ങൾ അന്യം നിന്ന് തീർന്നു വരുന്ന കാരണം ഇതിൻ്റെ പുറകെ പോയതാണ്. അതുകൊണ്ട് മന്ത്രവാദം, കൂടോത്രം, ആഭിചാരം, ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനും പിന്നാലെ നിങ്ങൾ പോകരുത്. പോയിട്ടുള്ളവർ പശ്ചാത്തപിക്കുക, കുമ്പസാരത്തിൽ ഏറ്റുപറയുക, പ്രായശ്ചിത്തം ചെയ്യുക, നിലവിളിച്ച് പ്രാർത്ഥിക്കുക ഒരു വിടുതൽ കിട്ടാനായിട്ട്. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വല്യപ്പൻ ഈ കൂടോത്രം അല്ലെ കുട്ടിച്ചാത്തൻ സേവ ചെയ്താൽ ആ വല്യപ്പനുടെ എത്ര മക്കളുണ്ടായോ അവർക്ക് ജനിക്കുന്ന മക്കൾ തലമുറ മുഴുവൻ സാത്താൻ്റെ അടിമത്തത്തിലാവുകയാണ്. ആ വല്യപ്പൻ മാത്രമല്ല, ആ അപ്പന് ജനിച്ച മക്കൾ 5 പേരാണെങ്കിൽ അവർ
അവർക്ക് ജനിക്കുന്ന മക്കള് തലമുറ മുഴുവൻ സാത്താൻ്റെ അടിമത്തത്തിലാവുകയാണ്. ഇതൊരു ഉടമ്പടിയാണ്. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ പോകരുത്. പോയിട്ടുണ്ടെങ്കിൽ കുമ്പസാരത്തിൽ ഏറ്റുപറയണം, ശരിക്കും അനുദപിച്ച് പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി നമ്മൾ പരിഹാരം ചെയ്യണം, പ്രായശ്ചിത്തമൊക്കെ ചെയ്യണം. ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. അന്യ ദൈവങ്ങളുടെ നാമം പോലും നിങ്ങൾ ഉച്ചരിക്കരുതെന്ന് സങ്കീർത്തനം 16:4 പറയുന്നുണ്ട്. അന്യ ദൈവങ്ങളുടെ നാമം പോലും ഉച്ചരിക്കരുത്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം അന്യ ദൈവ ആരാധന, നേർച്ച കാഴ്ച കൊടുക്കുക, വിഗ്രഹത്തിന് അർപ്പിച്ചത് ഭക്ഷിക്കുക, ഇതൊന്നും ക്രൈസ്തവർ ചെയ്യുവാനായിട്ട് പാടില്ല. രക്തം കൊണ്ട് ധാന്യബലി അർപ്പിക്കില്ല. ഞാൻ അവരുടെ നാമം ഉച്ചരിക്കത്തില്ല. അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇതെല്ലാം ഒന്നാം പ്രമാണ ലംഘനത്തിൻ്റെ ഭാഗമാണ്. ഈ മേഖല ശരിക്കും നിങ്ങൾ ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ച് നോക്കണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അത് പശ്ചാത്തപിക്കണം, കുമ്പസാരത്തിൽ ഏറ്റുപറയണം, ഉപേക്ഷിക്കണം. നിങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി നിങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ എന്നുള്ളതേ. അറിവില്ലാത്ത കാലത്ത് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദുരിതഫലങ്ങൾ, ശാപങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇതൊരു ആത്മീയ സത്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത അനുഗ്രഹം തടയപ്പെടുന്ന മറ്റൊരു മേഖലയാണ് 6-ാം പ്രമാണത്തിൻ്റെ ലംഘനം. വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗഭോഗം, മൃഗഭോഗം, മ്ലേച്ഛതകൾ കാണുക, ലൈംഗിക വൈകൃതങ്ങൾ, ഫോണോഗ്രഫി, അശുദ്ധിക്കെല്ലാം അടിമയായി ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. ജഡികതയിൽ മുഴുകി ജീവിക്കുന്നവർ, അങ്ങനെ ജീവിക്കുന്നവരോർത്തോ ഈ വലിയ പാപം നിന്റെ കുടുംബത്തെ, തലമുറകളെ വലിയ നാശത്തിലേക്ക് നയിക്കും. ഞാനൊരു വചനം പറയാം. ആ വചനം കേട്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോവും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 16, 17, 18, 19 വചനം. വ്യഭിചാരികളുടെ സന്തതി പക്വത പ്രാപിക്കത്തില്ല. ഉണ്ടോ? വ്യഭിചാരത്തിന് ജീവിച്ച ഭാര്യ ഭർത്താക്കന്മാരുടെ മക്കള് പക്വത പ്രാപിക്കത്തില്ല. മക്കൾക്ക് പക്വതയില്ല. നല്ല പ്രായത്തിൽ എങ്ങനെയാ ജീവിച്ചെന്നൊക്കെ ചിന്തിക്കുക, പശ്ചാത്തപിക്കുക. നിയമവിരുദ്ധമായ വീഴ്ചയുടെ ഫലം നശിക്കും. ദീർഘകാലം ജീവിച്ചാലും അവരെ ആരും പരിഗണിക്കുകയില്ല. അവരുടെ വാർദ്ധക്യം അപമാനം നിറഞ്ഞതായിരിക്കും. യൗവനത്തിൽ മരിച്ചാലും അവർക്ക് ആശയ്ക്ക് വഴിയില്ല. വിധി ദിവസത്തിൽ അവർക്ക് ആശ്വാസം ലഭിക്കില്ല. അധർമ്മികളുടെ തലമുറയ്ക്ക് ഭീകരമായ നാശം സംഭവിക്കും. ഹല്ലേലൂയ. അവിടെ പറയാണ്, വ്യഭിചാരികളുടെ സന്തതി പക്വത പ്രാപിക്കത്തില്ല. വ്യഭിചാരികളുടെ സന്തതി ദീർഘകാലം ജീവിച്ചാലും ആരും പരിഗണിക്കത്തില്ല. അവരുടെ വാർദ്ധക്യം അപമാനം നിറഞ്ഞതായിരിക്കും. എങ്ങനെയുണ്ട്? ആ വചനം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയം തോന്നും. ദൈവത്തിൻ്റെ വചനമായത്. കണ്ട് വ്യഭിചാരത്തിലൊക്കെ ജീവിച്ചവർ, നല്ല പ്രായത്തിൽ വിവാഹത്തിന് മുമ്പ് അങ്ങനെ ജീവിച്ചവർ, വിവാഹശേഷം അവിശ്വസ്തത, ഭാര്യയെ വഞ്ചിച്ച ഭർത്താവ്, ഭർത്താവിനെ വഞ്ചിച്ച ഭാര്യ, അങ്ങനെയൊക്കെ ഉണ്ട്. അവിശ്വസ്തത, തെറ്റായ ബന്ധങ്ങളിൽ, പരപുരുഷ ബന്ധം, പരസ്ത്രീ ബന്ധത്തിലൊക്കെ ജീവിച്ചവരുണ്ടെങ്കിൽ അനുദപിച്ചു കൊള്ളുക. ഞാൻ ഓർക്കാണ് ഒരു സംഭവം അങ്ങ് പറയാം, പെട്ടെന്ന് ഓർത്ത് തന്നെ പറയാം. ഒരു സഹോദരി, സങ്കടകരമായ അവസ്ഥയാണ്. കണ്ടാന്നെല്ലാം പിടിക്കുക. ഭർത്താവും 2 പിള്ളേരുമുണ്ട്. കല്യാണം കഴിഞ്ഞ് ഭർത്താവ് വിദേശത്തായിരുന്നു. ഇടയ്ക്കൊക്കെ വരും. ആ സമയത്ത് വേറൊരാളുടെ കണക്ഷനായി. ഇപ്പം 2 പിള്ളേരുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഫേസ്ബുക്കിലൂടെയും അങ്ങനെയൊക്കെ ചില കണക്ഷനൊക്കെ വന്നിട്ട് ഇപ്പം 5 പേരോടൊപ്പം ശരീരം പങ്കുവെച്ച് കഴിഞ്ഞു. ഞാൻ ചോദിച്ചു, എപ്പോഴാണ് ഇതിന് അവസരം? അപ്പോൾ എന്തോ ഒരു ചെറിയ ജോലിയോ ഏതാണ്ട് അതിന് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കണക്ഷനായിട്ട് ജോലിക്ക് പോവും. ആ പോക്ക് പോവും. എന്നിട്ട് ഏതെങ്കിലുമൊക്കെ അവരുടെ വീടുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലോഡ്ജിലോ ഒക്കെ പോയി 5 ഭർത്താക്കന്മാരായി. കഷ്ടം, സങ്കടം തോന്നുന്ന കാര്യമാണ്. ഭർത്താവിനൊന്നും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. 2 പിള്ളേരുടെ അമ്മയാണ് ഈ കാണിക്കുന്ന പരിപാടി. ആ ചോദിച്ചു പറഞ്ഞു, എനിക്കിതിനകത്തൊന്ന് രക്ഷപ്പെടണം, എനിക്കെൻ്റെ ജഡികാസക്തി നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ആ സ്ത്രീ പറയുക, എൻ്റെ മൊബൈൽ ഫോണിനകത്ത് സകല വൃത്തികേട് ഞാൻ ഇത് കാണും. ലൈംഗിക അശുദ്ധിയുടെ സൈറ്റുകളുണ്ട്, അതൊക്കെ എടുത്തു വെച്ച് ഇരുന്ന് കാണും. പാപത്തിൻ്റെ ആസക്തി ജീവിക്കുന്നൊരു സഹോദരി, 2 കുട്ടിയുടെ അമ്മ, കെട്ടിയവനൊക്കെയുള്ള സ്ത്രീയാ. ഇത് കഥയൊന്നുമല്ല ഞാനീ പറയുന്നത്. ഇതുപോലെ എത്രയോ പുരുഷന്മാർ രാവെളുക്കോളം മൊബൈലുമായിട്ട്, ചെറുപ്പക്കാർ കമ്പ്യൂട്ടറിന് മുന്നിൽ അങ്ങോട്ട് ജീവിതം തീർക്കുക.
മദ്യവും മയക്കുമരുന്നും മൊബൈൽ ഫോണും ഫോണോഗ്രഫിയും അശുദ്ധിയും മ്ലേച്ഛതയൊക്കെ കണ്ട് നശിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഞാൻ പച്ചയ്ക്ക് അങ്ങ് പറയുന്നു, കാരണം നിങ്ങളൊക്കെ മുതിർന്ന ആളുകളായതുകൊണ്ടാ പച്ചയ്ക്ക് ഞാൻ തുറന്നങ്ങ് പറയുന്നു. ഹല്ലേലൂയ. ഇത് അപകടകരമായ ഒരു പോക്കാണ്. സത്യം നഷ്ടപ്പെട്ട് കുടുംബ ബന്ധത്തിൻ്റെ പരിശുദ്ധിയൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഇന്ന് ധാരാളമുണ്ട്. ഒരു മടിയില്ല മറ്റുള്ളവരുടെ ശരീരം പങ്കുവെച്ചു കൊടുക്കാനായിട്ട്. ഇത് എവിടെ ചെന്ന് അവസാനിക്കും? തലമുറകളെ നാശത്തിലേക്കും ശാപത്തിലേക്കും തള്ളിയിടുന്ന പാപത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. 1 കൊരിന്തോസ് 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം പറയുന്നു, വ്യഭിചാരികളുമായി സംസർഗം പാടില്ല. വ്യഭിചാരികളുമായിട്ടുള്ള കൂട്ടുകെട്ടെ പാടില്ല. നിന്റെ ഫ്രണ്ട്സ് അല്ലെ കൂട്ടുകാർ അങ്ങനെ പാപത്തിൽ ജീവിക്കുന്നവരാണോ, അവരുമായിട്ട് ബന്ധം പോലും പാടില്ലെന്നാണ് പറയുന്നത്. വ്യഭിചാരികളുമായി സമ്പർക്കം അരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒഴിവാക്കണം. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വരുന്നവർ മോശമായ ജീവിതശൈലിയുള്ളവരാണെങ്കിൽ ഞാൻ പറയും, അവനെ ഒന്നും അങ്ങനെയുള്ളവരെ വീട്ടിൽ കയറ്റരുത്. മദ്യപാനികൾ, വ്യഭിചാരികൾ, അവരുമായിട്ടുള്ള സംസർഗം പാടില്ല. അങ്ങനെയുള്ളവരെ നമ്മുടെ വീട്ടിൽ കയറ്റരുത്. നമ്മുടെ വീട്ടിൽ ഒരു നേരത്തെ ആഹാരം പോലും കൊടുക്കരുത്. അങ്ങനെയുള്ള ടീമിന് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക, ദൈവം അവരുടെ കരുണ കാണിക്കട്ടെ, അത്രമാത്രം മതി. സംസർഗം പാടില്ല. വീണ്ടും പറയുന്നു 1 കൊരിന്തോസ് 5:11, പ്രത്യുത നിന്റെ സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസാൻമാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ പരദൂഷകനോ മദ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ല. അവനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം പോലും കഴിക്കരുത്. വ്യഭിചാരികൾ, സ്വർഗ്ഗഭോഗികൾ, മദ്യപാനികൾ, അസാൻമാർഗികൾ, പാപ വഴികൾ ജീവിക്കുന്നവർ, അവരുമായി സംസർഗം പാടില്ല. അപ്പസ്തോലൻ ഇച്ചിരി കടത്തി പറയുക, അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം പോലും കഴിക്കരുത്. ഇത് ശക്തമായ ഒരു മുന്നറിയിപ്പാണ്. അതുകൊണ്ട് പാപകരമായ ജീവിതത്തിൻ്റെ എല്ലാ സാധ്യതകളും നമ്മൾ പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കണം. തെറ്റായ ബന്ധങ്ങളിൽ ജീവിക്കുന്നവരുണ്ടെങ്കിൽ അത് നിർത്തണം, അത് അവസാനിപ്പിക്കണം. രക്തബന്ധത്തിൽപ്പെട്ടവർ തന്നെ പാപകരമായ ജീവിതം നയിക്കുന്നു. റിലേറ്റീവ്സുമായിട്ടൊക്കെ പാപബന്ധം, എന്തൊക്കെ നടക്കുന്ന പാപത്തിൻ്റെ മേഖലകൾ പറഞ്ഞാൽ തീരത്തില്ലാത്ത പോലെ തെറ്റുകളാണ്. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു കേസ് വന്നതാണ്. ഒരു സ്ത്രീ, അവരുടെ ഭർത്താവ് തളർന്നുപോയി. ഭർത്താവ് തളർന്നു കിടക്കുക. ഭർത്താവിൻ്റെ സഹോദരനുമായിട്ടാണ് പാപകരമായ ജീവിതം. ഭർത്താവിൻ്റെ സഹോദരനുണ്ട്, സഹോദരനുമായിട്ടാണ് പാപകരമായ ജീവിതം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീ ധ്യാനത്തിന് വന്ന, എന്തായാലും ആ പാപബന്ധമൊക്കെ അവസാനിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞാൽ ധ്യാനം കഴിഞ്ഞ് പോയിരിക്കുന്നത്. എങ്ങനെയായെന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു മടിയില്ല പാപത്തിൻ്റെ വഴിയിലേക്ക് പോകാനായിട്ട്. ഹല്ലേലൂയ. ഇതൊരു തെറ്റായ പോക്കാണ് ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തെറ്റായ റിലേഷൻസ്, ജാതിയോ മതമോ ഒന്നും നോക്കുന്നില്ല. പ്രേമബന്ധങ്ങൾ, കത്തോലിക്ക കുടുംബത്തിലെ പെൺകുട്ടികൾ അന്യമതസ്ഥരോടെ പോന്നു, അല്ലെ മാതാപിതാക്കൾ തന്നെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നു. ഇതൊന്നും പാടില്ല. ദൈവം അതൊന്നും അനുവദിക്കുന്നില്ല. വിശുദ്ധ ബൈബിൾ അതിന് പ്രോത്സാഹനം കൊടുക്കുന്നില്ല. തോബിത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ 12-ാമത്തെ വചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. 4:12, നിന്റെ പൂർവീകരുടെ ഗോത്രത്തിൽ മാത്രം ഭാര്യയെ സ്വീകരിക്കുക, അന്യജനതയിൽ നിന്ന് വിവാഹം കഴിക്കരുത്. ഉണ്ടോ? നിന്റെ പൂർവീകരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. അന്യ ജനതയിൽ നിന്ന് വിവാഹം കഴിക്കരുത്. വിജാതിരെ കല്യാണം കഴിക്കരുത്. അല്ലാതെ രജിസ്റ്റർ മാര്യേജ്, അന്യമതപ്പെട്ടവരെ ആയിട്ടുള്ള ഒന്നിച്ചുള്ള ജീവിതം, അതൊന്നും കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അല്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശു സ്തുതി. നമ്മൾ വായിക്കുന്നുണ്ട്, ഇസഹാക്ക് യാക്കോബിനോട് പറയുന്നുണ്ട്, കാനാന്യ സ്ത്രീകളെ നീ വിവാഹം കഴിക്കരുത്. കാനാന്യ സ്ത്രീകളെ, വിജാതിയരെ വിവാഹം കഴിക്കരുത്. ഇസഹാക്ക് യാക്കോബിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യങ്ങളാണ്. വിജാതീയ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുക, അതിന് മാതാപിതാക്കളെ സപ്പോർട്ട് ചെയ്യുക, ഇതൊന്നും ബൈബിൾ
താല്പര്യപ്പെടുന്ന കാര്യങ്ങളില്ല. വചനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാമോ? നന്നായിട്ടൊന്ന് കരമടിച്ച്, എല്ലാവരും ശക്തമായിട്ടൊന്ന് കരമടിച്ച് ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുപോലെ മദ്യപാനം, വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗഭോഗം, മ്ലേച്ഛ പാപങ്ങളിൽ നിന്ന് അങ്ങനെ ജീവിക്കുന്നവരെ പൂർണ്ണമായിട്ടും ഒഴിവാകുക. യേശുവേ നന്ദി. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.